ആഴ്ചകൾക്കിടെ മാത്രം കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിലുണ്ടായ 2 കപ്പലപകടങ്ങൾ വലിയ തോതിൽ ആശങ്കയേറ്റുകയാണ്. സിംഗപ്പൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള വാൻഹായ് എന്ന ചരക്കുകപ്പലിനാണ് ഇന്നലെ തീപിടിച്ചത്. ചരക്കുകപ്പലിലെ ഒരു കണ്ടെയ്നറിനാണ് ആദ്യം തീപിടിച്ചതെങ്കിലും ആ തീ മറ്റു കണ്ടെയ്നറുകളിൽ കൂടി പടരുകയായിരുന്നു. ഇപ്പോഴും തീ കെടുത്താനായിട്ടില്ല. എന്ന് മാത്രമല്ല, കപ്പൽ കൂടുതൽ ചെരിയുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപാണ് കൊച്ചി പുറംകടലിൽ ഇതുപോലെ ഒരു ലൈബീരിയൻ കപ്പൽ മുങ്ങിയത്. മുങ്ങുക എന്നുള്ള വിധി തന്നെയാണോ ഈ സിംഗപ്പൂർ കപ്പലിനും എന്ന് ആശങ്കയോട് ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചരക്ക് കപ്പലുകൾക്ക് ഇങ്ങനെ തീപിടിക്കുന്നത്? അപ്പം തന്നെ വളരെ പരിസ്ഥിതിക്ക് വലിയ തോതിൽ ദോഷമുണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങളും എക്സ്പ്ലോസീവ് കണ്ടൻറ്റുകളും ഒക്കെ നിറച്ച കണ്ടെയ്നറുകളാണ് ഇപ്പോൾ രണ്ടാമതായി കത്തുന്ന കപ്പലിലുമുള്ളത്. ഇതും കൂടി കടലിൽ പടർന്നു കഴിഞ്ഞാൽ കടൽ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അത് എത്രമേൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ചിന്ത ഇപ്പോഴും വലിയ ആശങ്കയായി മാറുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. നിഷാദ്, 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ അപകടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് എന്താണ് ഇതിന് കാരണം എന്ന് ആലോചിച്ച് പോകും. ഇപ്പോൾ കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൻ്റെ യഥാർത്ഥ കാരണമോ അതിനകത്തുള്ള കണ്ടൻറ്റുകളെക്കുറിച്ചോ ഉള്ള പരിശോധനകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ കപ്പൽ അപകടം. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത്? കപ്പൽ അപകടം എങ്ങനെ നിരന്തരമായി സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നാമത് അതിൻ്റെ ശാസ്ത്രീയത അറിയില്ല. ഈ കപ്പൽ ചാലുകളുടെ സഞ്ചാരം, കപ്പലുകളുടെ യാത്രകൾ, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, അതിൻ്റെ അപകട സാധ്യതകൾ, അതിനെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പറയാനുള്ള നോളജ് എനിക്കില്ല. പക്ഷേ ആവർത്തിച്ച് ഈ സംഭവം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണെന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ കപ്പൽ അപകടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ചരിയുകയാണ് ഉണ്ടായത്. ചരിഞ്ഞതിന് ശേഷം മുങ്ങി. ചരിയുമ്പോഴാണ് അതിൽ നിന്ന് എന്ത് പറയുന്നത്, ഈ കണ്ടെയ്നറുകളെല്ലാം വെള്ളത്തിൽ വീണു പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഒബ്സർവേഷൻസ് ഇപ്പോൾ ഉയർന്നു വരുന്നു. ഒന്നാമത്, മോശം കാലാവസ്ഥയിലാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. മോശം കാലാവസ്ഥയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് മാത്രവുമല്ല, ഇതിൽ ഈ കണ്ടെയ്നറുകളാണല്ലോ, വലിയ ഭാരമുള്ള കണ്ടെയ്നറുകൾ ഡസൻ കണക്കിന് ഇതിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് വളരെ പ്രധാനമാണ്, വെയിറ്റ് ബാലൻസിങ്. അപ്പോൾ ഇതിൽ മോശം കാലാവസ്ഥയിൽ പെട്ടുപോയാൽ ഒരു വശത്തേക്ക് ചരിയാൻ തക്കവണ്ണം അപകടകരമായ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത ബാലൻസിങ്ങിലാണ് അതിൽ കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരുന്നതെന്ന് ഒരു നിരീക്ഷണം പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അപ്പോൾ ഒരു ഭാഗത്ത് വെയിറ്റ് കൂടുതലോ മറ്റോ ആണെങ്കിൽ മോശം കാലാവസ്ഥയിൽ ഇത് പെട്ടെന്ന് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്. മോശം കാലാവസ്ഥയിൽ ഇതിനെങ്ങനെയാണ് ഒരു യാത്രയ്ക്കുള്ള പെർമിഷൻ കിട്ടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ് പോലെയുള്ള ഇതിനകത്ത് ലോഡ് കയറ്റുമ്പോൾ അത്തരം കാര്യങ്ങൾക്കുള്ള പരിശോധന പൂർത്തിയാക്കുന്നതിലെ പോലുള്ള സാധാരണ നിലയ്ക്കുള്ള സംശയങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ എല്ലാ ഭാഗവും വരേണ്ടതാണ്. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നത്, ഇന്നലെ ഒരു കപ്പൽ കത്തി തുടങ്ങിയിരിക്കുന്നു. പുറംകടലിലാണ്, ഇവിടെ നിന്ന് 120 കിലോമീറ്റർ അപ്പുറത്തോ മറ്റുമാണ്. ആ കപ്പൽ കത്തി തുടങ്ങിയിട്ട് ഇതുവരെ അത് നമുക്ക് അണയ്ക്കാൻ പറ്റിയിട്ടില്ല, നിയന്ത്രണ വിധേയമായിട്ടില്ല. അതിൻ്റെ പ്രശ്നം, ആ കപ്പലങ്ങ് കത്തിത്തീർന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം അതിനകത്തുള്ളത് മുഴുവൻ രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അതിമാരക സ്വഭാവമുള്ള വിഷപദാർത്ഥങ്ങളാണ്. അത് വെള്ളത്തിൽ കലർന്ന് നമ്മൾ കുടിച്ചാൽ നമുക്ക് മരണം സംഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള സംഗതികളുണ്ട്. അത് ഇവാപ്പറേറ്റ് ചെയ്ത് വായുവിൽ കലർന്നാൽ പോലും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ശ്വാസകോശത്തെ മുഴുവൻ തകർത്ത് കളയാൻ ശേഷിയുള്ള തരത്തിലുള്ള മാരകമായ വിഷപദാർത്ഥങ്ങളാണ് അതിനകത്തുള്ളത്. കീടനാശിനികളാണ് കൂടുതലും. അതിൻ്റെ ടൺ കണക്കിന്, കണ്ടെയ്നർ കണക്കിന് അല്ലെങ്കിൽ സംഗതിയാണ് കൊണ്ടുപോയി ഇന്നപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് ആ കപ്പലിനെ അതിൻ്റെ വിധിക്ക് വിടാൻ പറ്റില്ല. അതിൻ്റെ തീ അണയ്ക്കുക, ആ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുക എന്നത് പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴും നമുക്കതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ ഇത്രയും ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടൊരു കാലത്ത്, ഇത്രയും മോഡേൺ ടെക്നോളജി, ഇത്രയും സംവിധാനങ്ങൾ, ഇത്രയും കപ്പലുകളൊക്കെ ഒരു കാലത്ത്, ഒരു കപ്പൽ ഒരു സ്ഥലത്ത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തീ അണയ്ക്കാൻ നമുക്ക് 24 മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ടും കഴിയുന്നില്ല എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു പരിമിതിയുടെ പ്രശ്നമല്ലേ? അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം ശരിയാണ്, നമ്മളെല്ലാവരും കൂടി അണയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ കുറ്റം പറയാൻ പറ്റുന്ന സമയമല്ലെന്ന് പറയെങ്കിലും നമുക്ക് ഈ പുതിയ കാലത്തും അണയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് കപ്പലുകൾക്ക് തീ പിടിച്ച സംഭവം ലോകത്ത് പലയിടത്തായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2019 ചൈനയിലെ യാൻഷാൻ തുറമുഖത്ത് ഇതുപോലെ ഒരു കപ്പലിന് തീ പിടിക്കുന്നു. അവർ 24 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് മുഴുവൻ തീ അണച്ചു. അപ്പോൾ അവർക്ക് ഈ മാരിടൈം സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ, റോബോട്ടിക് സംവിധാനങ്ങൾ, റിയൽ ടൈം നിരീക്ഷണങ്ങൾക്കുള്ള മെക്കാനിസം, ഇതൊക്കെ ഉണ്ട്. ഓരോ സമയത്തും ഇതിൻ്റെ, കാരണം കപ്പലുകളുടെ യാത്ര പഴയതുപോലെയല്ല. കപ്പലുകളുടെ ഒരു യാനം അത് യാത്ര കൂടിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ കപ്പലുകൾ വന്നിട്ടുണ്ട്. സോ കൂടുതൽ കപ്പലുകളുടെ ഒരു ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് അതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്, മറ്റേ കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ച ഉണ്ടായാൽ നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ എണ്ണച്ചോർച്ച ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് കപ്പൽ അപകടം ഉണ്ടാകുമ്പോൾ. അത് പരിഹരിക്കാനും അതിനൊരു കൗണ്ടർ മെക്കാനിസം എടുക്കാനും നമ്മുടെ വേണ്ടത്ര ഇല്ല. നമ്മൾ ദുർബലമാണെന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ, അതിൻ്റെ ആളുകൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്.
അപ്പോൾ നമ്മൾ എന്തുമാത്രം എക്യുപ്ഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. 2 കപ്പലപകടം ഉണ്ടായിരിക്കുന്നു. ആ കപ്പലപകടം എണ്ണ കടലിൽ പടരുമോ എന്നുള്ള ടെൻഷൻ നമുക്കൊരു വശത്ത്, രണ്ടാമത്തെ കപ്പലപകടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ രാസവസ്തുക്കൾ കടലിൽ പടരുമോ, അത് മീനുകളെ കൊല്ലുമോ, ജൈവ വൈവിധ്യത്തെ ഇല്ലാതാക്കുമോ, അത് ദീർഘകാല അപകടം ഉണ്ടാക്കും എന്നുള്ള വലിയ ആധിയുണ്ട്. അപ്പോൾ അതിനുള്ള കൗണ്ടർ മെക്കാനിസം എന്താണ്? തീ അണയ്ക്കാൻ നമുക്കിപ്പോഴും പറ്റാത്ത, മറ്റ് രാജ്യങ്ങൾ പലതും 12 മണിക്കൂർ കൊണ്ടും 24 മണിക്കൂർ കൊണ്ടും ഒക്കെ അണച്ച തീ നമുക്കിപ്പോഴും കൺട്രോൾഡ് ആയിട്ടില്ല. നമ്മൾ വളരെ പരിമിതമായ സംവിധാനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എണ്ണയുടെ ഒരു ഒഴുക്കുണ്ടായാൽ അത് തടയാൻ നമ്മുടെ എന്ത് സംവിധാനമുണ്ട്? ചരിഞ്ഞു പോകുന്ന കപ്പലുകളുടെ കാര്യത്തിൽ കപ്പൽ ട്രാഫിക്കിൽ ഈ പറഞ്ഞ അതിനകത്ത് കാലാവസ്ഥാ നിരീക്ഷണം, അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോഴും പരിമിതമായൊരു സ്ഥിതിയിലാണ് ഉള്ളതെന്നുള്ള ഒരു കോമൺ മാൻ സംശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ എന്ന് മാത്രവുമല്ല, ഈ ആവർത്തിച്ചുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അവ തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നമുക്ക് എടുക്കാൻ പറ്റണം. ഒന്ന്, ഇപ്പോൾ ഈ എന്തായാലും കുറച്ച് കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പോകും, കാരണം അത്രയും തീ പിടിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ ഇന്ധന ടാങ്കിലേക്ക് തീ വന്നാൽ വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാക്കാൻ പോകുന്ന അപകടം ചെറുതായിരിക്കില്ല. ഇത് കടലിൽ വീണാൽ അത് ഉണ്ടാകുന്ന ജൈവ വൈവിധ്യത്തിനും അല്ലെങ്കിൽ ഈ മത്സ്യസമ്പത്തിനും കടലിൽ പോകുന്ന മനുഷ്യർക്കും തീരദേശവാസികൾക്കെല്ലാം അപകടമുണ്ടാവുന്നതാണ്. സോ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് തറോ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയട്ടെ. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് അപ്പുറത്തേക്ക് ഗവൺമെൻറ് ആ കമ്പനിയെ അതിന് അക്കൗണ്ടബിൾ ആക്കണം. കാരണം ആ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മുടെ തീരമേഖലയ്ക്ക്, ഒന്നാമത് കേരളം പോലൊരു സംസ്ഥാനം വളരെ എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള, പരിസ്ഥിതി ദുർബലമായിട്ടുള്ള ഒരു നാടാണ്. അവിടെ ഇത്തരം സംഗതികളെ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ കമ്പനിയും അതിന് അക്കൗണ്ടബിൾ ആവുകയും അതിന് ഉത്തരം പറയുകയും അതിന് എന്താണോ ചെയ്യാൻ അതിന് എടുക്കേണ്ട എല്ലാ പ്രതിരോധ സംവിധാനങ്ങളിലും അവരുടെ പങ്കാളിത്തവും, എല്ലാ അർത്ഥത്തിലുള്ള പങ്കാളിത്തവും ഉറപ്പാക്കാൻ സർക്കാരിൻ്റെ ബാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നഷ്ടപരിഹാരം എന്നിട്ട് അവരെ വിടാം എന്ന ഒരു ലഘുവായ സമീപനം സ്വീകരിക്കാൻ കഴിയുന്ന മട്ടിലൊരു ചെറിയ അപകടമല്ല ഇത്. അജിംസ്, നമ്മൾ ഈ വിഴിഞ്ഞ മുൻനിർത്തി സംസാരിക്കുമ്പോൾ കപ്പലിൻ്റെ ട്രാഫിക് കൂടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ചതുപോലെ കപ്പലിന് തീപിടിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് അണയ്ക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊന്നും നമ്മുടെ പക്കലില്ലേ എന്ന ചോദ്യം ഉയരുന്നൊരു ഘട്ടം. ഒപ്പം തന്നെ ഇപ്പോൾ ഈ MSC കപ്പലിനെതിരെ 2 ആഴ്ച മുമ്പുണ്ടായ അപകടത്തിലെ MSC കപ്പലിനെതിരെ കേസിന് പോകണ്ട എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റു വശങ്ങൾ, കപ്പൽ വരണം, അതിനോടൊപ്പം വികസനം വരണം. അപ്പോൾ ഈ ഇത്തരം അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട നിയമപരവും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മളൊരു പ്രിപ്പയർഡ്നെസ് അല്ല എന്നൊരു തോന്നൽ ഈ അപകടങ്ങൾ മുന്നിൽ വെക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ കപ്പലിൻ്റെ മാരിടൈം നാവിഗേഷൻ പരിശോധിക്കുന്ന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയം തന്നെ കടലിൽ എത്ര കപ്പലുകൾ പോകുന്നുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയധികം കപ്പൽ കടലിലൂടെ പോകുന്നുണ്ടെന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, കപ്പലപകടങ്ങൾ വളരെ കുറവാണ്. ഒരു സമയത്ത് എത്ര കപ്പലുകൾ കടലിൽ യാത്ര ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ റോഡ് അപകടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഷിപ്പ് അപകടങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. ഇപ്പോൾ നമ്മളിതിപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം എന്താണ്? 2 ആഴ്ചക്കിടെ 2 അപകടങ്ങൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അത് എന്തോ പ്രശ്നം കൊണ്ടാണ്, നമുക്കറിയില്ല അതിൻ്റെ കാരണം. എന്തുകൊണ്ട് ഒരു കപ്പൽ മുങ്ങി, ഒരു കപ്പൽ തീ പിടിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ കപ്പലപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വലിയ തോതിലുള്ള ഓയിൽ സ്പിൽ ഉണ്ടാവുന്നുണ്ട്. പല ഇതിലും കപ്പൽ മുങ്ങി എണ്ണ പരക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിതൊരു പുതിയ അനുഭവമായതുകൊണ്ടും ഒരു പുതിയ തുറമുഖം ഇവിടെ വന്നതുകൊണ്ടും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊരു ക്യൂരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കപ്പൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. അപകടം നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല. എന്തുകൊണ്ട് അപകടം വരുന്നതെന്ന് കണ്ട് ആ കപ്പൽ കമ്പനികളാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത്? കേരള തീരത്ത് ഒരു കപ്പൽ അപകടം ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എൽസ എന്ന് പറയുന്ന കപ്പൽ, MSC എൽസ, ആ കപ്പൽ മുങ്ങുകയായിരുന്നു. മുങ്ങിയപ്പോൾ അതിലെ കണ്ടെയ്നർ കുറേ തുറന്നുപോയി. അല്ല, അതിൽ നിന്നുള്ള വസ്തുക്കൾ കപ്പലിൽ പരന്നു. പ്രധാനമായി ഉണ്ടായിരുന്നത് തടി, കോട്ടൺ, കശുവണ്ടി, തേങ്ങ, അതുപോലെ ഏറ്റവും അപകടകരമായത് അതിൽ പ്ലാസ്റ്റിക് ഗ്രാനുൾസ്, ഈ പറയുന്ന പോളിയെത്തിലീൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അതുപോലെ കോട്ടൺ റോ മെറ്റീരിയൽ. അതുകൊണ്ട് ഈ കപ്പൽ മുങ്ങിയ ഉടനെ തന്നെ നമുക്ക് അലേർട്ട് ഉണ്ടായിരുന്നു. 200 തീരത്തിന് 200 മീറ്റർ അടുത്തേക്ക് പോകരുത്. അതിൽ പലതരത്തിലുള്ള ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് വസ്തുക്കളുണ്ട്, അടുത്തേക്ക് പോകരുതെന്നുള്ളൊരു അലേർട്ട് കൊടുത്തു. ആളുകൾ അതനുസരിച്ചാണ് പെരുമാറിയത്. പിന്നെ നമ്മൾ കണ്ടതെന്നാണ്, തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ എടുത്ത് മാറ്റുന്നു, കോട്ടൺ എടുത്ത് മാറ്റുന്നു, അതുപോലെ ഈ ഗ്രാനുവൽസ്, പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ശുചിയാക്കുന്ന വർക്കൊക്കെ ചെയ്തു. അത് മുങ്ങിയ ഉടനെ തന്നെ സർക്കാർ ആദ്യം തന്നെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിച്ചു. എന്താണ് ആ കപ്പൽ മുങ്ങിയതുകൊണ്ടുണ്ടായ എൻവയോൺമെൻറ്റൽ ഡാമേജ്, ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒന്നിലധികം എക്സ്പെർട്ട് കമ്മിറ്റികൾ രൂപീകരിച്ചു. ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഹൈക്കോടതി അതിലെ കണ്ടെയ്നറിൽ തൊട്ടുടനെയാണ് ആ കേസ് വരുന്നത്. കണ്ടെയ്നറിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത് എന്ന വിവരം കൃത്യമായി ജനങ്ങളെ അറിയിക്കണം എന്നൊരു ഇൻ്റർവ്യൂ ഓർഡർ ഇറക്കി സർക്കാരിനോട്.
കാരണം അതിലെന്താ ഉണ്ടായിരുന്നു തുടക്കത്തിൽ നമുക്ക് വ്യക്തമായിരുന്നില്ല, എന്താണെന്ന് ആരും പറഞ്ഞില്ല. കാരണം അത് വിഴിഞ്ഞത്തുനിന്ന് പോയ കണ്ടെയ്നർ ഷിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലെന്താ ഉണ്ടാവുക എന്നുള്ള അവർക്ക് വിവരങ്ങളുണ്ടാവും, പക്ഷെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ വിവരങ്ങൾ വരുന്നത്. കോടതി കർശനമായി പറഞ്ഞു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെന്താണുള്ളതെന്ന് ജനങ്ങളോട് പറയണം. കാരണം അല്ലെങ്കിൽ ആളുകൾ വെറുതെ പരിഭ്രാന്തരാവും. ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല, അപകടകരമായൊന്നും ഉണ്ടാവില്ല. അപകടകരമായിട്ട് ഉള്ളത് എന്ത് വസ്തുവാണ് എന്ന് ജനങ്ങൾ ഇൻഫോംഡ് ആയിരിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. പിന്നെ ഇത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിലേക്ക് ഈ സംഭവത്തിൽ ഇടപെടുകയും ഇതിൻ്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. ഇന്നലെ വന്ന വാർത്ത, ആ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ സംസ്ഥാനം ഒരു കേസ് എടുക്കേണ്ടതില്ല, പകരം ഈ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ആ കപ്പൽ ഉടമകളുമായി ഒരു നെഗോഷിയേഷന് തയ്യാറാവുക, പരമാവധി കോമ്പൻസേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്. അതാണ് ഇപ്പോൾ വിമർശന വിധേയമായിട്ടുള്ളത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ, അതായത് ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ സ്വാധീനമുള്ള ഒരു സംഘടനയാണ്, അവരും ആവശ്യപ്പെട്ടു കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അവർ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? കേസെടുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം ഇതിന് സമാനമായ പല അപകടങ്ങളും പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഫിലിപ്പീൻസിലുണ്ടായിട്ടുണ്ട്, ശ്രീലങ്കയിലുണ്ടായിട്ടുണ്ട്. 2021 ശ്രീലങ്കയിൽ ഇതുപോലെ തന്നെ ഒരു കപ്പൽ മുങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നത് ഏറെക്കുറെ ഈ പറയുന്ന പോളിയെഥിലീൻ ഗ്രാനുവൽസ് ആയിരുന്നു. അവിടെ എണ്ണയും ചോർന്നിരുന്നു, പോളിയെഥിലീൻ ഗ്രാനുവൽസും ചോർന്നു. ഇത് രണ്ടും ചോരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇത് വലിയ തോതിലുള്ള പരിസ്ഥിതി നാശം ഉണ്ടാക്കും കടലിൽ എന്നുള്ളതാണ്. ഒന്ന് ഈ കോറൽ റീഫ്സ്, അതുപോലെ മത്സ്യസമ്പത്ത്, ഇതിനെയൊക്കെ വ്യാപകമായി എണ്ണ ബാധിക്കും. അപ്പോൾ അങ്ങനെ എണ്ണ പടർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കമ്പനിയെ കൊണ്ട് ആ എണ്ണ നീക്കം ചെയ്യിപ്പിക്കാനുള്ള ചെലവ് വഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ പറയുന്ന പ്ലാസ്റ്റിക് ഗ്രാനുവലുകൾ, ആ ഗ്രാനുവലുകൾ കടലിൽ അങ്ങനെ മത്സ്യങ്ങൾ കഴിക്കും, മത്സ്യങ്ങൾ തിന്നും. അതുണ്ടാക്കുന്ന ഡാമേജ് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഈ പറയുന്ന പ്ലാസ്റ്റിക് തീരത്തടിഞ്ഞാൽ അതുണ്ടാക്കുന്ന എക്കോളജിക്കൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതും അസസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ശ്രീലങ്ക എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 2021 അപകടത്തിൽ ശ്രീലങ്ക ചെയ്തത്, ആദ്യം ഈ അവിടെ മുങ്ങിയ കപ്പൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിംഗപ്പൂരായിരുന്നു. അവർ സിംഗപ്പൂർ ഇത് കേസ് രജിസ്റ്റർ ചെയ്തു. അവരവിടെ കേസെടുത്തില്ല, അതായത് ശ്രീലങ്കയിൽ കേസെടുക്കാതെ സിംഗപ്പൂർ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ കേസ് നടക്കുന്നതിനിടയിൽ തന്നെ ശ്രീലങ്കൻ സർക്കാർ അവരുമായി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി $80 മില്യൺ അവർ കോമ്പൻസേഷൻ മേടിച്ചെടുത്തു. പക്ഷെ അന്ന് അവർ സിംഗപ്പൂർ കേസിന് പോയപ്പോൾ ശ്രീലങ്കയിൽ തന്നെ അത് വിവാദമായിരുന്നു. ശ്രീലങ്കയിൽ കേസ് എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്, കാരണം ശ്രീലങ്കയിലെ നിയമങ്ങൾ കുറേ കൂടി ഹയർ കോമ്പൻസേഷൻ ലഭ്യമാക്കാൻ ഉതകുമായിരുന്നു എന്നൊരു വിമർശനം അവിടെ ഉയർന്നിരുന്നു. പക്ഷെ അവർ അതിന് ശ്രമിക്കുകയല്ല ചെയ്തത്. അവർ ആദ്യം അവിടെ കേസിന് പോയി പിന്നെ നെഗോഷിയേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ആവശ്യമായ പൈസ അവർ വാങ്ങിയെടുത്തു. ഇവിടെ സമാനമായിട്ട് പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഇവിടെ കേസെടുക്കേണ്ടതില്ല. കാരണം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങുമായിട്ട് സംസാരിച്ച് ഇവിടെ കേസെടുക്കുന്നതിന് പകരം ഇൻഷുറൻസ് ക്ലെയിം ഈ MSC കമ്പനിയുമായി സംസാരിച്ച് പരമാവധി വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ അപ്പോൾ ആ സമയത്താണ് ഇവിടെ കേസെടുത്തേ മതിയാകൂ എന്ന് രണ്ട് ഭാഗത്തു നിന്ന് ആവശ്യം വരുന്നു. ഒന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇൻ്റർനാഷണൽ മാരിടൈം കൺവെൻഷനുകളുണ്ട്. അതായത് അതിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യ ഒപ്പുവെക്കാത്ത ചില കൺവെൻഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണ് 2007 ഒരു റെക് റിമൂവൽ കൺവെൻഷൻ. അതായത് ഒരു കപ്പൽ തകർന്നു കഴിഞ്ഞാൽ കപ്പലിലെ എണ്ണ ലീക്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. എണ്ണ ലീക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി നാശം, അതിൻ്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ റെക് റിമൂവൽ എന്ന് പറഞ്ഞാൽ ഈ കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും കടലിൽ പതിക്കുകയും അതേ തുടർന്നുണ്ടാകുന്ന പരിസ്ഥിതി നാശത്തെക്കുറിച്ചുള്ള കൺവെൻഷനിൽ ഇന്ത്യ സിഗ്നേറ്ററി അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില നിയമപ്രശ്നങ്ങളുണ്ട്. സിഗ്നേറ്ററി അല്ലാതിരിക്കെ നമ്മൾ അതിൻ്റെ കോമ്പൻസേഷൻ പോയി കഴിഞ്ഞാൽ അതിന് എത്രമാത്രം അവർ വഴങ്ങും, അതിൻ്റെ ഇൻഷുറൻസ് നമുക്ക് എത്ര കിട്ടും എന്നുള്ള കാര്യത്തിൽ അവ്യക്തതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇൻഷുറൻസ് കോമ്പൻസേഷനാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻഷുറൻസ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട് എപ്പോഴും. അപ്പോൾ ഞങ്ങളുടെ പ്ലാസ്റ്റിക് വീണു, ഇപ്പോൾ ഉണ്ടായ നഷ്ടത്തിന് ഞങ്ങൾ ഇത്ര പൈസ തരാം എന്ന് പറഞ്ഞാൽ അവർ അത് ഒഴിയും. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ്, ഇതിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്ര നാളത്തേക്ക് നിൽക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അസസ്മെൻറ്റ് നമുക്കിവിടെ ഇല്ല. ഇപ്പോഴും നമുക്കറിയില്ല അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. കാരണം എണ്ണയാവട്ടെ പ്ലാസ്റ്റിക് ആവട്ടെ അത് ദീർഘനാൾ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ഡാമേജസ് നമ്മുടെ സമുദ്രത്തിലും മത്സ്യസമ്പത്തിലും എല്ലാത്തിലും ഉണ്ടാക്കുകയും തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ഒരു ലോങ് ടൈം കോമ്പൻസേഷൻ ആവശ്യം വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഒന്ന്, ഈ MSC എന്ന് പറയുന്ന കമ്പനി വിഴിഞ്ഞം പോർട്ടിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന കാർഗോ ഓപ്പറേറ്ററാണ്. അപ്പോൾ അവരുമായി നമ്മളൊരു കേസ് എടുത്ത് അവരുമായിട്ടൊരു ലീഗൽ ഫൈറ്റ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വിഴിഞ്ഞത്തെ അങ്ങ് ഉപേക്ഷിക്കാനാണ് സാധ്യത. അപ്പോൾ എന്ത് ചെയ്യണം? അവരുമായിട്ടൊരു നെഗോഷിയേഷനിൽ പോകുന്നൊരു നല്ല സ്ട്രാറ്റജി തന്നെയാണ്. അതേസമയം നമ്മൾ കേസ് എടുക്കാതെ തന്നെ
എന്നാൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോങ് ടൈം ഇൻട്രസ്റ്റിനെ അത് ബാധിക്കും. അവരെന്തെങ്കിലും തന്ന് നക്കാപ്പിച്ചത് നമ്മൾ ഒഴിവാക്കാനാണ് സാധ്യത ഒരു കാര്യം. അതിന് പകരം ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം കേസെടുത്ത് നമ്മുടെ ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് അത് നോക്കുക. കേസെടുത്തതിന് ശേഷം അവരുമായിട്ട് നെഗോഷിയേഷൻ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല തുക അവർ തരാൻ തയ്യാറാവുമായിരുന്നു. പക്ഷേ ഇതിൽ രണ്ടിലേതാ ശരിയെന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക്കലി നോക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ ചെയ്തത് ശരിയാണ്. അവരെ പിണക്കാതിരിക്കുക, വിഴിഞ്ഞത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക. അതേസമയം നമ്മുടെ എക്കോളജിക്കൽ ഇമ്പാക്റ്റിൻ്റെ കാര്യത്തിൽ ആ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ അതൊരു തെറ്റായ സ്ട്രാറ്റജിയാണെന്ന് കാണേണ്ടി വരും. പക്ഷെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. ഇന്ന് ആരും തന്നെ അത് ചൂണ്ടിക്കാട്ടൊരു കാര്യം, ഈ കപ്പൽ കത്തിയല്ലോ എന്ന്. ഇന്നലെ കപ്പൽ കത്തി, ഇന്നലെ 9:40 കത്തി തുടങ്ങിയിട്ട് ഇപ്പോഴും അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എൽസയിലുണ്ടായിരുന്നത് പോലെയല്ല, ഇതിൽ മുഴുവൻ പോയിസണസ് സബ്സ്റ്റൻസസ് ആണ്, വിഷപദാർത്ഥങ്ങൾ, ഹസാർഡസ് ആയിട്ടുള്ള പദാർത്ഥങ്ങളാണുള്ളത്. അത് പൊട്ടിത്തെറിക്കുന്നു. അതിലെ കണ്ടെയ്നറിൽ ഏതാണ്ട് ഒരു 30ഓളം കണ്ടെയ്നർ വെള്ളത്തിൽ ഓൾറെഡി വീണ് കഴിഞ്ഞു. ഇനി എത്ര വീഴുമെന്ന് നമുക്കറിയില്ല ഈ നിമിഷം വരെ. അപ്പോൾ അന്ന് നമ്മൾ നോക്കണം, എൽസ മുങ്ങിയപ്പോൾ അന്ന് തന്നെ 200 മീറ്റർ അടുത്തേക്ക് പോകരുത് നമുക്ക് വാണിംഗ് തന്ന നമ്മുടെ ഈ സംവിധാനം ഒരക്ഷരം ഇതുവരെ വേണ്ടിയിട്ടില്ല. ഇത് കുറച്ച് ദൂരെയാണ്, ഒരു എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ്, 88 നോട്ടിക്കൽ മൈൽ അകലെയാണ്. ശരി, ഈ വീണ സാധനങ്ങൾ, വീണ വസ്തുക്കൾ, കണ്ടെയ്നർ ഉൾപ്പെടെ 3 ദിവസത്തിനുള്ളിൽ തീരത്തടിയും എന്ന അഡ്വൈസറി ഇന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞു. അത് നൽകിയത് ഇൻകോയ്സ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സമുദ്ര പഠന കേന്ദ്രമാണ്. ആ ഇൻകോയ്സിൻ്റെ അഡ്വൈസർ വന്നതിന് ശേഷം ഇപ്പോഴും നമ്മൾ വരുന്നവരെ ഒരു തരത്തിലുള്ള അഡ്വൈസറിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിനെന്താ കാരണം? അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല, ഞങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം പറയാൻ ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അതായത് ഇൻകോയ്സ് എന്ന് പറയുന്നത് ഒരു വാണിംഗ് അലേർട്ട് നടത്തുന്ന സംവിധാനമല്ല, അവർ സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്ന സംവിധാനമാണ്. അവരത് കണ്ട കാര്യം അവർ പറയുന്നു. അങ്ങനെ പറയുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവണ്ടേ? ഇനിയും കപ്പലുകൾ മറിയും, വിഴിഞ്ഞം വരുമ്പോൾ ഈ ട്രാഫിക് കൂടും, കപ്പലുകൾ മറിയും. നമുക്കൊരു സംവിധാനം വേണ്ടേ, ഒരു പ്രോട്ടോക്കോൾ വേണ്ടേ? ആ പ്രോട്ടോക്കോൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് മുമ്പ് ഒരു ആവർത്തിച്ച തെറ്റുകൂടിയാണ്. ഒരു ഉദാഹരണത്തിന് 2017 ഓഖി ദുരന്തം ഉണ്ടാകുമ്പോൾ ഓഖിയെക്കുറിച്ചുള്ള വാണിംഗ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞത്. ഓഖിയെക്കുറിച്ച് ഒരു വാണിംഗ് കിട്ടില്ല, പെട്ടെന്ന് വന്നതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇതേ ഇൻകോയ്സ് ഓഖിയെക്കുറിച്ച് ഫസ്റ്റ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ ഇൻകോയ്സ് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ചോദിച്ചു, ഇങ്ങനൊരു അഡ്വൈസർ വരുന്നുണ്ടല്ലോ, അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നെങ്കിലും വിലക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാറ്റടിക്കുന്നത് ദിശ കാണിക്കുന്നത് എവിടെ നിന്നാണ്? കന്യാകുമാരി തീരത്തുനിന്ന് ലക്ഷദ്വീപിലേക്കാണ്. കേരളത്തിന് അഡ്വൈസറുടെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ഓഖി പോയത് ഈ ലക്ഷദ്വീപിനും കേരളത്തിനും ഇടയ്ക്കുള്ള കടലിലൂടെയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ 19 പേര് മരിച്ചു. അപ്പോൾ അതേ ഒരു അവധാനത, ഈ ഒരു അനാസ്ഥ ഈ പ്രശ്നത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് എവിടെയോ കപ്പൽ കത്തിയതാണ്, അത് വരട്ടെ എന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് ഒരു അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലല്ല. കപ്പൽ മറിയുന്നതും കപ്പൽ കത്തുന്നതും കേരളത്തിൻ്റെ കയ്യിലേ അല്ല. അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, അതിന് ഉത്തരവാദി എൽ.ഡി.എഫ് സർക്കാരല്ല. പക്ഷേ അങ്ങനെ അപകടമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തീരദേശവാസികളെയും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും ജീവനും സ്വത്തിനും പരിസ്ഥിതി നാശത്തിനുമുള്ള കാവൽക്കാരാവേണ്ടത് സർക്കാരാണ്. അതിന് സർക്കാർ എന്ത് ചെയ്യുന്നു, അതിലെത്ര ജാഗ്രത കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതേക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടണം. കാരണം വെച്ചാൽ ഇപ്പോൾ മറിഞ്ഞിട്ടുള്ള കപ്പലിൽ, ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിലുള്ള പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് പലതും. പലതും മത്സ്യങ്ങളുടെ അകത്ത് കയറും. ഈ മത്സ്യമൊക്കെ നമ്മൾ തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതേക്കുറിച്ചുള്ളൊരു ആലോചന, ആശങ്ക ഭരണകൂടത്തിനാണ് ആദ്യം ഉണ്ടാവേണ്ടത്. പക്ഷേ അത് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം.